സമാജ്വാദി പാർട്ടി നേതാവും അഖിലേഷ് യാദവിന്റെ ഭാര്യയുമായ യുപിയിലെ എംപി ഡിംപിൾ യാദവിന് നേരെ വിവാദ പ്രസ്താവനയുമായി ജിഹാദി മൗലാന സാജിദ് റാഷിദി രംഗത്ത്. എംപിയുടെ വസ്ത്രധാരണത്തെ പറ്റിയാണ് വിവാദ പരാമർശം നടത്തിയത്. പള്ളിയിൽ തല മറയ്ക്കാതെ പോയത് മൗലാനയെ ക്ഷുഭിതനാക്കുകയാണ് ഉണ്ടായതും. ഇയാൾ ഇതിലൂടെ എംപിയെ അപമാനിക്കുക മാത്രമല്ല, സ്ത്രീ സമൂഹത്തെ ഒന്നടങ്കമാണ് അപമാനിച്ചിരിക്കുന്നത്. ഇതോടുകൂടി തന്നെ SP നേതാക്കൾ മൗലാനയെ എടുത്തിട്ട് പഞ്ഞിക്കിടുകയാണ് ഉണ്ടായത്. ഒരു TV ചാനലിന് നൽകിയ പരിപാടിയിലായിരുന്നു എംപിയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ വസ്ത്രധാരണം ശരിയല്ല എന്ന് വ്യക്തമാക്കുന്നത്. പിന്നീട് TV പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങിയ മൗലാനയെ ഒരു കൂട്ടം നേതാക്കൾ ആക്രമിക്കുകയും മുഖത്തടിക്കുകയും ചെയ്തു. ഈ കേസിൽ മൗലാന സെക്ടർ 126 പോലീസ് സ്റ്റേഷനിലെത്തി പോലീസിൽ പരാതിപ്പെടുകയാണ് ഉണ്ടായത്. തുടർന്ന് പോലീസ് ഇക്കാര്യം അന്വേഷിക്കുന്നുണ്ട് എന്നും സെക്ടർ 126 പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം സമാജ്വാദി പാർട്ടി മേധാവി അഖിലേഷ് യാദവിന്റെ ഭാര്യ ഡിംപിൾ യാദവിനെ കുറിച്ച് മൗലാന സാജിദ് റാഷിദി വിവാദ പ്രസ്താവനയാണ് നടത്തിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഡിംപിൾ യാദവിനെ കുറിച്ച് ദിവസങ്ങൾക്ക് മുൻപേ തന്നെ ഒരു മുസ്ലിം പള്ളിയിൽ പോയതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. ഈ സമയത്ത് ഡിംപിൾ ധരിച്ചിരുന്ന വസ്ത്രത്തെക്കുറിച്ച് മൗലാന സാജിദ് റാഷിദി വിവാദ പ്രസ്താവന നടത്തുകയായിരുന്നു. ഞാൻ നിങ്ങൾക്കൊരു ഫോട്ടോ കാണിച്ചു തരാം. ഇത് കണ്ടാൽ നിങ്ങൾക്ക് നാണക്കേട് തോന്നും. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, പക്ഷെ എല്ലാവർക്കും അറിയാം. ഒരു പ്രമുഖനൊപ്പം ഉണ്ടായിരുന്ന മറ്റ് സ്ത്രീകൾ മുസ്ലിം വസ്ത്രത്തിലായിരുന്നു. അവരുടെ തല മൂടിയിരിക്കുന്നു. മറ്റേ സ്ത്രീ ഡിംപിൾ യാദവ് ആയിരുന്നു. അവരുടേത് വളരെ മോശമായി തോന്നുന്നു എന്നതാണ് മൗലാന ആ TV പരിപാടിയിൽ വ്യക്തമാക്കിയത്. ഡിംപിൾ യാദവിനെതിരെ വിവാദ പ്രസ്താവനയെ തുടർന്നുകൊണ്ട് തന്നെ മൗലാന സാജിദ് റാഷിദി വാർത്തകളിൽ ഇടം നേടുകയും വിമർശിക്കപ്പെടുകയും ചെയ്തിരുന്നു. അതേസമയം മൗലാനയെ ആക്രമിച്ചതിന്റെ വീഡിയോ സമാജ്വാദി പാർട്ടി പ്രവർത്തകർ തന്നെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഡിംപിളിനെ കുറിച്ചുള്ള മൗലാനയുടെ വിവാദ പരാമർശം കാരണം മൗലാനയും SP പ്രവർത്തകരും തമ്മിൽ തർക്കമുണ്ടാവുകയും അദ്ദേഹത്തെ മർദ്ദിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ഛത്ര സഭയുടെ ഗൗതം ബുദ്ധ നഗർ ജില്ലാ പ്രസിഡന്റ് മോഹിത് നഗർ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. കൂടാതെ മൗലാന ഒരു പ്രത്യേക പാർട്ടിയുടെ ഏജന്റായി മാറിയിരിക്കുകയാണ് എന്നാണ് മൗലാനയുടെ ആരോപണം. മൗലാന മാപ്പ് പറഞ്ഞില്ല എങ്കിൽ അദ്ദേഹത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നായിരുന്നു മോഹിത് നഗർ വ്യക്തമാക്കിയത്. റാഷിദിയുടെ പരാമർശം യാദവിനെതിരായ ആക്രമണം മാത്രമല്ല ചെയ്തിരിക്കുന്നത്, എല്ലാ സ്ത്രീകളെയും അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് ആരോപിച്ചുകൊണ്ട് സമാജ്വാദി പാർട്ടി നേതാക്കൾ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. സ്ത്രീകളുടെ അന്തസ്സിനെ വ്രണപ്പെടുത്തുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, സമൂഹത്തിലെ എല്ലാ സ്ത്രീകളുടെയും ഇത്തരം ഒരു പരാമർശം ബാധിക്കുകയും ഒരു TV ചാനൽ പോലുള്ള പൊതുവേദിയിൽ നിന്നുകൊണ്ട് നടത്തുന്ന ഇത്തരം അസഭ്യവും സ്ത്രീ വിരുദ്ധതയുമായ പരാമർശങ്ങൾ സാമൂഹിക ഐക്യത്തെ തകർക്കുമെന്നും പരാതിക്കാരൻ ആ പരാതിയിൽ പറയുന്നുണ്ട്. യാദവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 79, അതായത് സ്ത്രീകളുടെ മാന്യതയെ അപമാനിക്കൽ, 196 വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തൽ തുടങ്ങി 299 മതവികാരങ്ങളെ വ്രണപ്പെടുത്തൽ, 352 മനഃപൂർവ്വം അപമാനിക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരം ഇപ്പോൾ റാഷിദിക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അതേസമയം അഖിലേഷും ഡിംപിളും വിഷയത്തിൽ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. കൂടാതെ തന്നെ നിരവധി BJP MPമാർ പാർലമെന്റിന് പുറത്ത് റാഷിദിക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു. വനിതാ MPയെ അപമാനിക്കുന്നത് ഞങ്ങൾ സഹിക്കില്ല എന്നതായിരുന്നു BJP MPമാർ ഇതിലൂടെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.